പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക ന്യായാധിപന്മാരുടെ പുസ്തകം 5ഉം 6ഉം അധ്യായങ്ങളാണ്. അധ്യായം 5, ദബോറയുടെ കീർത്തനം. അന്ന് ദബോറായും അബിനോവാമിന്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവെ, അങ്ങ് സെയറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏദോം പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു. പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. അനാത്തിന്റെ മകൻ ഷംഗാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു. യാത്രക്കാർ ഊടുവഴികൾ തേടി. ദബോറ, നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവലർ അറ്റുപോയിരുന്നു. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000-ത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ? എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം. കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി. ഉണരൂ ദബോറ, ഉണരൂ, ഗാനമാലപിക്കൂ. അബിനോവാമിന്റെ മകനായ ബാറക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ, നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാക്കീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ഡു വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദബോറായോടുകൂടെ വന്നു. ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു. അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ആട്ടിൻ പറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ഗിലെയാദ് ജോർദാനപ്പുറം തങ്ങി. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചത് എന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു. തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. എൻ്റെ ആത്മാവെ, ശക്തിയോടെ മുന്നേറുക. അപ്പോൾ
കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക, കർത്താവിന്റെ ദൂതൻ പറയുന്നു. അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. കേന്യനായ ഹേബേറിന്റെ ഭാര്യ ജായേലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റം ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ട തൈരും കൊണ്ടുവന്നു. അവൾ കൂടാരത്തിന്റെ മരയാണി കൈയിലെടുത്തു, വലതുകൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവന്റെ തല തകർത്തു. അവൾ അവന്റെ ചെന്നി കുത്തി തുളച്ചു, അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി, ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്? രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവെക്കുകയും അല്ലേ? ഓരോരുത്തനും 1 or 2 കന്യകമാരെ വീതം സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ, എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. കർത്താവെ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു. എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. അധ്യായം 6. ഗിദെയോൻ. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രഹികളിലും ആയി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന്, ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവെച്ചില്ല. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വെച്ച് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭു, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലായോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിരെ
മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എൻ്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. 1 ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും ആക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്നു മറഞ്ഞു. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ഷലോം എന്നു പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നും ഉണ്ട്. ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിന്റെ സമീപത്തുള്ള അഷേര പ്രതിഷ്ഠ വെട്ടി വീഴ്ത്തുകയും ചെയ്യുക. ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക. വെട്ടി വീഴ്ത്തിയ അഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹന ബലിയായി അർപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ 10 പേരെയും കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത്. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേര പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതുതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിദെയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു. അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അഷേരായെ വെട്ടി വീഴ്ത്തി. അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ. അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബ്ബാൽ എന്ന് അവന് പേരു ലഭിച്ചു. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ താവളമടിച്ചു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു. തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷേർ, സെബുലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ
കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു.